കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിന് ശാപമോക്ഷമോ അതോ തീരാ ശാപമോ? ഈ അടുത്തിടെ, അതായത് 2023 മാർച്ച് വരെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്തിടെ അസംബ്ലിയിൽ വെക്കുകയുണ്ടായി. അതിനു മുൻപ് തന്നെ ധനവകുപ്പ്, കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ധനവകുപ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റിയ ഒരു പഠനം നടത്തി. അതിന്റെ റിപ്പോർട്ടും നമുക്കിപ്പോൾ ലഭ്യമാണ്. CAG എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം. അതായത് CAG പറയുന്ന സർക്കാരിന്റെ നഷ്ടം 149 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അവയിൽ 77 എണ്ണം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു, 54 എണ്ണം ലാഭത്തിൽ പ്രവർത്തിക്കുന്നു, 18 എണ്ണം ഡിഫൻറ്റ് ആണ്. അതായത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് വെച്ചാൽ അവ പ്രവർത്തനരഹിതമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് ഞാൻ പാടിയത്. ഇത് CAGയുടെ കണ്ടെത്തലാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 149 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പോൾ. അവയിൽ 77 എണ്ണം നഷ്ടത്തിലോടുന്നു, 54 എണ്ണം ലാഭത്തിലോടുന്നു, 18 എണ്ണം ഡിഫൻറ്റ് ആണ്, അഥവാ നിലവിൽ യാതൊരു പ്രവർത്തനവും ഇല്ല. അപ്പം എന്താണ് സർക്കാരിന്റെ നഷ്ടം? എത്രയാണ്? 18,026 കോടിയാണ് സർക്കാരിന്റെ നഷ്ടമായി CAG ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 18,026 കോടി രൂപ. അപ്പം എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതുപോലെ നഷ്ടത്തിലോടിയിട്ടും ഗവൺമെന്റ് യാതൊരു മുൻകരുതലും എടുക്കാത്തത്? അഥവാ മുൻകരുതൽ എടുക്കുന്നുണ്ടോ? നമുക്കൊക്കെ അറിയാം, എത്രയോ വർഷങ്ങളായി. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, 77 എണ്ണം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ ശമ്പളവും മറ്റെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ബജറ്ററി പ്രൊവിഷൻ വഴിയാണ്. ഓരോ ബജറ്റിലും അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തുക വകകൊള്ളിക്കുന്നു. അതെടുത്ത് ശമ്പളവും ഒക്കെ കൊടുക്കുന്നു. അവർക്ക് പെൻഷൻ ഇല്ല. അങ്ങനെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് CAG ഏറ്റവും ഹേസൺ ചെയ്യുകയാണ്, നിർബന്ധിക്കുകയാണ്, ഗവൺമെന്റ് ഓഫ് കേരള അത്യാവശ്യമായിട്ടും ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കണം, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ കേരളത്തിലും ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം സംസ്ഥാന ഗവൺമെന്റിന് ഈ സ്ഥാപനങ്ങളെ ലാഭത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ലാഭത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല? അത് പഠിക്കണം. അത് പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചാൽ ആ കമ്മീഷൻ പോലും നഷ്ടം തന്നെയായിരിക്കും. കാരണം കമ്മീഷൻ പറയുന്നതൊന്നും ഗവൺമെന്റ് നടപ്പാക്കില്ല. എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട സ്ഥാപനങ്ങളൊന്നും ലാഭത്തിൽ ഓടാത്തത്? വളരെ പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റ് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഓരോ, ഉദാഹരണം കെൽട്രോൺ എടുക്കുക. കെൽട്രോണില് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെയാണല്ലോ സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട വിവിധ തരം എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് കെൽട്രോണിൽ വരേണ്ടവര്, ക്ലറിക്കൽ പോസ്റ്റ് അല്ലാത്തടത്തെല്ലാം. അങ്ങനെയുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിനാണ് കെൽട്രോൺ ഓരോ ജോലിക്കും, അതായത് ഗവൺമെന്റിന് വേണ്ടി ഇലക്ട്രോണിക് രംഗത്ത് ചെയ്യേണ്ട ജോലി ഓരോന്നും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ഗവൺമെന്റ് കെൽട്രോണിനെ ഏൽപ്പിക്കുന്നു, കെൽട്രോൺ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. നമുക്കറിയാം AI ക്യാമറയുടെ ഒക്കെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്ത് അപ്പൊ ആരുടെയൊക്കെ പോക്കറ്റിലാണ്? സർക്കാരിലെ കുറെ പേരുടെ പോക്കറ്റിൽ പണം എത്തുന്നു. അതുപോലെ തന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട, ഇവിടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ അടുത്തിടെ ഒരു KJ സ്കറിയ, അദ്ദേഹം MSMEസിന്റെ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ വലിയ ഒരു തലതൊട്ടപ്പനാണ് അദ്ദേഹം. വളരെ ആഴത്തിൽ അറിയാം ആ മേഖലയെ പറ്റി, അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി, ഇവിടുത്തെ വ്യാവസായിക മേഖലയെ പറ്റി ആകെയും വളരെ നല്ലവണ്ണം അറിയുന്നയാളാണ് മിസ്റ്റർ KJ സ്കറിയ. അദ്ദേഹം ഈ അടുത്തിടെ എഴുതിയ ഒരു പുസ്തകമുണ്ട്, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആ പുസ്തകത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രദ്ധയിലും ഗവൺമെന്റിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ല അവർക്കും വേണ്ടി പറയുകയാണ്. അദ്ദേഹം അതിൽ പറയുന്നത്, ജയലളിത തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ 100 കോടി രൂപ തമിഴ്നാട് തന്നെ കേരളത്തിലെ ഓഫീസേഴ്സിനെ സ്വാധീനിക്കാൻ,
അതായത് വ്യാവസായിക നയവും മറ്റും ഫോം ചെയ്യുന്ന ഓഫീസേഴ്സിനെ സ്വാധീനിക്കാൻ കൈക്കൂലിയായിട്ട് കൊടുക്കുന്നു 100 കോടി രൂപ ഒരു വർഷം. കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലുള്ള ഓഫീസേഴ്സിനാണ് കൊടുക്കുന്നത്. എന്തിനാണ്? കേരളത്തിൽ ഒരു കാരണവശാലും ഈസ് ഓഫ് ഡൂയിങ് മെച്ചപ്പെടരുത്, വ്യവസായങ്ങൾ വരരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ തമിഴ്നാട് വിചാരിക്കാൻ കാരണം? തമിഴ്നാട് അങ്ങനെ വിചാരിക്കുന്നത്, തമിഴ്നാടിന്റെ നിങ്ങൾക്കറിയാമോ ഒരു പ്രത്യേക കാര്യം? കേരളം ഇന്ത്യയുടെ 2.71% പോപ്പുലേഷൻ, 2011 പോപ്പുലേഷൻ സെൻസസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 2.71% പോപ്പുലേഷനാണ്. പക്ഷെ 10%, ഇന്ത്യയിൽ ആകെ നടക്കുന്ന ഉപഭോഗത്തിന്റെ 10%-ലധികം കേരളത്തിലാണ് ഉപഭോഗം ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ മലയാളികൾ വലിയ മേടിക്കലുകാരാ. ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾ, അവിടുന്ന് കൊണ്ടുവരുന്നു, നമ്മൾ വാങ്ങിക്കുന്നു. അതായത് വലിയ അഡ്വർടൈസ്മെന്റ് കാണുന്നു, അഡ്വർടൈസ്മെന്റിൽ നാം വീഴുന്നു, അങ്ങനെ ഈയാം പാറ്റകളെ പോലെ വീണ് നമ്മുടെ പണം ചെലവഴിക്കുന്നു. അപ്പം എങ്ങനെയാ സംഭവിക്കുന്നത്? അത് തന്നെ തുടരണം. തമിഴ്നാട് വ്യാവസായികമായി നമുക്കറിയാം വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ തമിഴന്റെ ഉൽപ്പന്നങ്ങൾ മലയാളികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ മലയാളികൾ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ വരാനേ പാടുള്ളൂ. അതിനു വേണ്ടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് സർവീസിലെ ഓഫീസേഴ്സ്, രാഷ്ട്രീയക്കാർക്കും ഒക്കെ കാണും ഈ കൈമടങ്ങ്. അങ്ങനെ 100 കോടി ഒരു വർഷം ചെലവഴിക്കുന്നു എന്നാണ് മിസ്റ്റർ KJ സ്കറിയയുടെ പുസ്തകത്തിൽ ഞാൻ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പുസ്തകം 2 മാസമേ ആയിട്ടുള്ളൂ റിലീസ് ചെയ്തിട്ട്. നിങ്ങളിൽ താല്പര്യമുള്ളവർ, നിങ്ങൾ INTUC-കാരോ UTUC-കാരോ ഏതുമാകട്ടെ, ആ പുസ്തകം എടുത്തൊന്ന് വായിക്കുക. അത് വസ്തുനിഷ്ഠമാണോ എന്ന് നോക്കുക. അതിനെ ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ? ഈ കൈക്കൂലി പണം വാങ്ങാതെ തന്നെ ഇവിടെ നിയമപരമായിട്ട്, അതായത് ശരിയായ നയങ്ങൾ ഫോം ചെയ്യപ്പെടുകയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? ഇവര് ഓഫീസേഴ്സിന് 100 കോടി കൊടുക്കുന്നെങ്കിൽ ഇവിടുത്തെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് 500 കോടി കൊടുക്കുന്നുണ്ടാകും. അത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ നമുക്കറിയാം, പല ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്കും ഗവൺമെന്റ് പോലും പ്രൊട്ടക്ഷൻ കൊടുത്ത് കേസിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നാം കേൾക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് കേരളത്തിനെ വരച്ച വരയിൽ തമിഴ്നാട് നിർത്തുന്നത് എന്നാണ് KJ സ്കറിയ പറയുന്നത്. ഞാനല്ല കേട്ടോ. എനിക്ക് അതിനെ KJ സ്കറിയ പറഞ്ഞത് ഞാൻ വായിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പുസ്തകം എടുത്ത് വായിക്കുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് എങ്ങനെ നന്നാക്കാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അങ്ങനെ ഉള്ള ഒരു ഹെഡിങ് ആണ് ആ പുസ്തകത്തിനുള്ളത്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ പുസ്തകം എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് നോക്കാൻ സമയമില്ല. ഓക്കെ, അങ്ങനെ ഇവിടെ വ്യവസായം നന്നായി പോകരുത് എന്ന ചിന്ത തമിഴ്നാട്ടിലും അതുപോലെ കർണാടകത്തിലും ഉണ്ടായിരിക്കാം. KJ സ്കറിയെ കണ്ടിട്ടില്ലായിരിക്കാം. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കാം. കാരണം മഹാരാഷ്ട്രയും വലിയ ഒരു വ്യാവസായിക സംസ്ഥാനമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് കഴിയണം. അപ്പൊ CAG പറയുന്നത്, ഒരു കാരണവശാലും ഈ നഷ്ടത്തിൽ ഓടുന്ന 77 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഗവൺമെന്റ് ഇങ്ങനെ തീറ്റിപ്പോറ്റരുത്. എങ്ങനെ തീറ്റിപ്പോറ്റരുതെന്നാണ്? ഓരോ ബജറ്റിലും അവിടെ ജോലി ചെയ്യുന്നവർ എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ട ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് ബജറ്റ് വഴി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം കൊടുക്കുന്ന നികുതിയേതര വരുമാനമാണ് ഈ ബജറ്റിലൂടെ കൈകാര്യം ചെയ്ത് ഇവരുടെ ശമ്പളമായിട്ടൊക്കെ എത്തുന്നത്, നഷ്ടത്തിലോടുന്ന കമ്പനികൾ വഴിയായിട്ട്. അപ്പോ അത് ആരോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ്? ഇവിടുത്തെ പൊതുജനത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഇത് നാം നോക്കി നിൽക്കാനോ ശ്രമിക്കാനോ നമുക്ക് യാതൊരു തരത്തിലും ബാധ്യതയില്ല. കാരണം ഇത് പക്ഷെ ചോദിക്കാൻ, ഗവൺമെന്റിനോട് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം നാം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ ഒരു നിയമം വന്നിട്ടുണ്ട്. ഈ ബജറ്റിൽ പറഞ്ഞ PPP മോഡ്, ആ മോഡിലേക്ക് മാറ്റിക്കൂടെ എന്നാണ് ഒരു പക്ഷേ ഇപ്പോ CPIM ചിന്തിക്കാൻ സാധ്യതയുള്ളത്. അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ.
അപ്പോ ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ ഇത് ഏറ്റെടുക്കാൻ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നുവെങ്കിൽ അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, സർക്കാരും അവരോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വഴി PPP മോഡില് ഈ വ്യവസായങ്ങളെ കൊണ്ടു നടക്കാൻ പറ്റുമോ? എന്തിനങ്ങനെ കൊണ്ടു നടക്കണം? ഇവയെ സത്യം പറഞ്ഞാല് ഇവയെ വിറ്റ്, അതായത് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് അത്രയെങ്കിലും ബജറ്റ് ഭാരം ജനങ്ങളുടെ തലയിൽ വെക്കാതിരിക്കാനാണ് ഒരു ഗവൺമെന്റ്, ഒരു ക്ഷേമാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട നടപടി എന്ന് പറയാതെ നിവൃത്തിയില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഈ ധനവകുപ്പ് തന്നെ നടത്തിയ പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ പഠനത്തില് 10 നഷ്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന 10 യൂണിറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഭത്തിൽ മുൻപിൽ നിൽക്കുന്ന 10 യൂണിറ്റുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ലാഭത്തിൽ ഓടുന്ന യൂണിറ്റുകൾ? നമുക്ക് ആദ്യം നോക്കാം. ലാഭത്തിൽ ഓടുന്ന ആദ്യ യൂണിറ്റ് KTDFC ആണ്. അതായത് 5381.13 കോടി രൂപയാണ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, KTDFC, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ. അപ്പൊ എന്തിനാണ് ഈ KTDFC സ്ഥാപിച്ചത് എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? KTDFC സ്ഥാപിച്ചത് KSRTCക്ക് വേണ്ട ഫിനാൻസിങ്, അതായത് KTDFC കടമെടുക്കുക, അങ്ങനെ അതിൽ നിന്ന് ആവശ്യത്തിന് KSRTCയെ പരിരക്ഷിക്കുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് KTDFC തുടങ്ങിയത്. പക്ഷെ KTDFC ഇപ്പോഴും അപ്പോഴും ലാഭത്തിലായിരുന്നു. 5381.13 കോടിയാണ് KTDFCയുടെ ലാഭം. രണ്ടാമത്തെ ലാഭത്തിലോടുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് KSFE ആണ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. നമ്മളൊക്കെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ചിട്ടി പിടിച്ചാണ് വീടൊക്കെ പണിതത്. സർക്കാർ ജീവനക്കാർക്ക് അല്ലാതെ സ്വന്തമായിട്ട് ഒരു വീട് പണിയാനുള്ള കയ്യിൽ പൈസയൊന്നും കാണത്തില്ല. ശമ്പളം കിട്ടുന്നത് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസിനാണ്. ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് ശമ്പളം വളരെ കുറവായിരുന്നു. അപ്പോൾ UGC ഒക്കെയാ, പക്ഷെ വളരെ കുറവ്. അങ്ങനെയുള്ള സമയത്ത് ഈ KSFEയിലൊക്കെ ചിട്ടി ചേർന്നാണ് ഞാനൊക്കെ വീട് നിർമ്മിച്ചത്. ഈ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ആ KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്, ഇപ്പോഴും ലാഭത്തിൽ പോടുന്നു. പക്ഷേ ലാഭം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അവിടെയും എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 404.10 കോടിയാണ് KSFEയുടെ ലാഭമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫേം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ആണ്. അത് നമുക്കറിയാം, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ആണ് എപ്പോഴും സംസ്ഥാനത്തിന്റെ കടം കൊടുത്ത് സംസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നത്. എപ്പോഴും ധനപ്രതിസന്ധി രൂക്ഷമാകുമ്പോഴൊക്കെ അതിനെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ. പക്ഷെ ഇപ്പൊ അതിന്റെയും ലാഭം ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു. 236.29 കോടിയാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ ലാഭം. ഇനി നാലാമത്തത് പറഞ്ഞാല് KCBL, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, അതിന്റെ ലാഭം 218.51 കോടിയാണ്. ഇനി KMML ആണ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, 99.79 കോടിയാണ് KMMLന്റെ ലാഭം. ഇനി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC 74.04 കോടിയാണ്. KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതിന് 71.83 കോടിയാണ് ലാഭം. KSBCDC, അതിന്റെ ലാഭം 57.31. ഒമ്പതാമത്തത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്, 45.90 കോടിയാണ് അതിന്റെ ലാഭം. ഇനി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, 32.46 കോടിയാണ് ലാഭം. ഈ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ലാഭമുണ്ട് എന്ന് ധനവകുപ്പിന്റെ പഠനം പറയുമ്പോൾ ഈ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ കേരള മെഡിക്കൽ കോർപ്പറേഷന് മറ്റ് മെഡിസിൻ കമ്പനികൾ മരുന്ന് കൊടുക്കാത്തത് എന്ന ഒരു വലിയ ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. അവർക്കൊക്കെ കുടിശ്ശികയുള്ളത് കൊണ്ടാണ് മരുന്ന് കൊടുക്കാത്തത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ സ്റ്റോറിൽ പോലും മരുന്ന് ലഭ്യമല്ലാത്തത് എന്നാണ് നാം മനസ്സിലാകുന്നത്. അപ്പൊ ഈ ധനവകുപ്പിന്റെ പഠനം അത്ര 100% വിശ്വസിക്കാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ CAGയുടെ പഠനം തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നതാണ്.
CAG ഇങ്ങനെ ലാഭത്തിൽ ഓടുന്നതിന്റെ എണ്ണമോ അതിന്റെ ലാഭമോ ഒക്കെ പറയുന്നുണ്ട്. CAG റിപ്പോർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. ഇനി ഇപ്പൊ ധനവകുപ്പിന്റെ പഠനം അനുസരിച്ച് തന്നെ നഷ്ടത്തിൽ ഓടുന്ന 10 എണ്ണത്തിന്റെ കഥയും കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പേരുകൾ നഷ്ടത്തിലൊന്ന് നോക്കാം. ഒന്ന്, കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്, KSSPL. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി 2016 കൊണ്ടുവന്നതാണ് ഈ പറയപ്പെട്ട കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്. അത് എത്ര നഷ്ടത്തിലോടുന്നു? 3321.07 ആണ് അതിന്റെ നഷ്ടം. അപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലായ്പ്പോഴും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് നഷ്ടത്തിലോടുന്നു. പകരം ഇവിടുത്തെ 62 ലക്ഷം പേരുണ്ടെന്ന് പറയുന്നു. അത്രയൊന്നും പേര് കാണേണ്ട ആവശ്യമില്ല. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 42 ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവര്. പാർട്ടിയുടെ ആളെ കൂട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്തവരെ, അർഹതയില്ലാത്തവരെയും ഒക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് തിരികെ കയറ്റുന്നുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ഒരു മാസം മുൻപ് CAG റിപ്പോർട്ടില് എത്രയോ പേര് 2ഉം 3ഉം പെൻഷൻ, ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നവര് പോലും 2ഉം 3ഉം പെൻഷൻ പറ്റുന്ന സ്ഥിതി നമ്മൾ കണ്ടതാ. അങ്ങനെ ഈ 2ഉം 3ഉം പെൻഷൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പേരെ ഒക്കെ തിരികെ കയറ്റിയാണ് 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു എന്ന് പഠിക്കുന്നത് എന്ന് മറക്കരുത്. അപ്പൊ ഇതിന്റെയൊക്കെ കൃത്യമായ കണക്കുകൾ ആര് പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. CAGയുടെ ആ റിപ്പോർട്ട് നോക്കിയാല് 2023 മാർച്ചിൽ CAG പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഒരുപാട് പേര് 2ഉം 3ഉം പെൻഷൻ കേരളത്തിൽ വാങ്ങിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പം അതൊക്കെ CAG ആണ് സത്യസന്ധമായിട്ട് പറയുന്നത്. നമ്മുടെ ധനവകുപ്പ് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്ര കണ്ട് വിശ്വസിക്കാമോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ 2ഉം 3ഉം പെൻഷൻ മേടിക്കുന്നവരുടെ ഓർമ്മ വരുന്നത്. അപ്പൊ KSRTC നമുക്കറിയാം സാധാരണ രീതിയിൽ നഷ്ടത്തിൽ ഓടുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? വർക്കേഴ്സിന്റെ റേഷ്യോ, ബസ്സും വർക്കേഴ്സും തമ്മിലുള്ള റേഷ്യോ. ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ബസ്സിന് ഇത്ര ജീവനക്കാരെന്ന നിയമമുണ്ട്. ആ നിയമത്തിന്റെയൊക്കെ ഉല്ലംഘിച്ച് കേരളത്തില് വളരെ കൂടുതലാണ് വർക്കേഴ്സ്. അപ്പൊ വർക്ക് ലോഡ് കുറവ്, നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുതൽ. അതാണ് കേരളത്തിലെ അവസ്ഥ. അപ്പൊ പെർ ബസ് കൂടുതൽ വർക്കേഴ്സും കൂടുതൽ ശമ്പളവും ഒക്കെ പോകുമ്പോഴേക്കും എന്താ സംഭവിക്കുക? നഷ്ടം, ഉറപ്പായിട്ടും നഷ്ടം. കേരളത്തിലെ ട്രാൻസ്പോർട്ട് ചാർജസ് ഒക്കെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതാണ് എന്ന് വേണം പറയാൻ. പക്ഷേ എന്നിട്ടും KSRTC നഷ്ടത്തിലാണ്. കാരണം ഈ പറയപ്പെട്ട എംപ്ലോയീസിന്റെ എണ്ണ കൂടുതൽ തന്നെ. ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടുതൽ എംപ്ലോയീസ് ആണ് KSRTCയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് KSRTC ഇതുപോലെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സപ്ലൈകോയിലും നമുക്കറിയാം ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഇത് കൊടുക്കുന്നുണ്ടാവും. പിന്നെ സപ്ലൈകോ എവ്രിവെയർ, കേരളത്തിൽ ഏതൊക്കെ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ആവശ്യത്തിലധികം വർക്കേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പൊ അതിന്റെ കൂടെ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും കൂടി ആകുമ്പോൾ പറയാനില്ലല്ലോ. പിന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് ആണ് നഷ്ടം 75 കോടി. കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നമുക്കറിയാവുന്ന ചില മഹത് വ്യക്തികളൊക്കെ ഉണ്ടല്ലോ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ നഷ്ടത്തിലാക്കിയവര്. നല്ല കാഷ്യൂ ഒക്കെ കള്ളത്തരത്തിൽ വിറ്റിട്ട് ചീത്ത കാഷ്യൂ കൊണ്ടുവന്ന് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ ഒത്തിരി കാഷ്യൂ അനാശാസ്യങ്ങൾ നടത്തുന്ന ഒരു വകുപ്പാണ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. 71.29 കോടിയാണ് നഷ്ടം. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, കേരളത്തിന് എന്തിനാണ് ഒരു ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ? നഷ്ടം 61.27 കോടി. ട്രാക്കോ കേബിൾ കമ്പനി 34 കോടി നഷ്ടം. മലബാർ സിമന്റ്സ് 28.43 കോടി. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ ബൂം ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇപ്പൊ ആ ബൂമിനൊക്കെ അടി വീണിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ പോലും ഒരു സിമന്റ് കമ്പനി നഷ്ടത്തിൽ ഓടുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. എത്ര കാര്യക്ഷമതയില്ലായ്മയാണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവാണത്.
ഇനി ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് 27.79 കോടി നഷ്ടം. ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് 25.35 കോടി നഷ്ടം. അതായത് ഈ 10 നഷ്ടത്തിലോടുന്ന കമ്പനികളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 77 കമ്പനികൾ നഷ്ടത്തിൽ ഓടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ഓടുന്ന കമ്പനികളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ ഓടുന്ന കമ്പനികളെയുമാണ് സൂചിപ്പിച്ചത്. അപ്പൊ രണ്ടായാലും നമ്മുടെ കേരളത്തിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാർഗം? CAG ചൂണ്ടിക്കാണിക്കുന്ന മാർഗം ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക. വിറ്റ് തുലയ്ക്കുക എന്നല്ല പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഇത് എന്തുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്നു? ഇവിടെ അധിക എംപ്ലോയീസ്, കാര്യക്ഷമത ഇല്ലായ്മ. അതായത് ഇപ്പൊ ഞാൻ കെൽട്രോണിന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, ഒന്നാന്തര എഞ്ചിനീയേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ അതിനകത്ത് അവർക്ക് ഒരു പണിയില്ല, അവർക്കുള്ളതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്, അവർക്ക് കിട്ടുന്ന ജോബൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു പ്രൈവറ്റ് അതായത് ഇൻവെസ്റ്റർ ഇത് ടേക്കപ്പ് ചെയ്താൽ അവര് എംപ്ലോയ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് തന്നെയായിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പുറം കരാർ കൊടുക്കുകയല്ല ചെയ്യുക. അങ്ങനെയൊക്കെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുമ്പോഴത്തേക്കും അത് ലാഭത്തിൽ വരും. അങ്ങനെ ലാഭത്തിലാക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സ് വരും. അങ്ങനെയാണ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ എങ്ങനെയെങ്കിലും കളഞ്ഞു കളയാം എന്ന് വിചാരിക്കുകയല്ല. അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് സംസ്ഥാന ഗവൺമെന്റിന് നമ്മുടെ ഹൈവേ ഡെവലപ്മെന്റിന് വേണ്ടിയോ മറ്റെന്തെല്ലാം പർപ്പസിന് വേണ്ടി ഇപ്പൊ ഫണ്ടില്ലാതെ നിർത്തലാക്കി വെച്ചിരിക്കുന്ന എമർജൻസി ഉള്ള പ്രോജക്റ്റുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കലാലയങ്ങളെ ഫോറിൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് ലിങ്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ക്വാളിറ്റേറ്റീവ് അപ്ഗ്രഡേഷന് വേണ്ടി വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഫണ്ട് വേണം. ആ ഫണ്ടൊക്കെ സമാഹരിക്കാൻ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നതാണ് PPP മോഡിനേക്കാൾ നല്ലത് എന്ന് തന്നെയാണ് ആർക്കും പറയാൻ കഴിയുക. CAGയും ഉപദേശിക്കുന്നത് അത് തന്നെയാണ്.